നമസ്കാരം. 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 13/5/2023 തിരുവനന്തപുരം ബാലരാമപുരം ഇടമനക്കുഴി ഖദീജത്തുൽ വനിതാ അറബിക് കോളേജിൻ്റെ ലൈബ്രറിയിൽ 17 വയസ്സ് മാത്രം പ്രായമുള്ള അസ്മിയ മോൾ എന്ന് പറയുന്ന പെൺകുട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്ത കാര്യം വളരെ വിവാദമായി മാറിയിരുന്നു. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഈ കോളേജ് നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് ആ കുട്ടിയെ തള്ളിവിട്ടതെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. ആ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വിധി കഴിഞ്ഞ മാർച്ച് മാസം 25-ാം തീയതി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി പുറപ്പെടുവിച്ചു. ഒരുപക്ഷെ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ടാകാം ആ വിധിയെക്കുറിച്ചിട്ട് അതിന് വേണ്ട വാർത്താ പ്രാധാന്യം ഇവിടെ ഒരു മാധ്യമങ്ങളും നൽകിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാരും പോലീസും ഒക്കെ ഒത്തുകളിച്ചുകൊണ്ട് എങ്ങനെയാണ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ പോക്സോ കേസിൽ പെടുത്തുന്നത് എന്നും അതിലൂടെ ഈ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് എന്നും എടുത്തു കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണത്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം നടന്ന 13/5/2023 രാത്രി 9:30 കുട്ടിയുടെ ഉമ്മ റഹ്മത്ത് ബീവി പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇട്ട FIR-ൽ പറയുന്നത് റഹ്മത്ത് ബീവിയുടെ രണ്ടാമത്തെ മകളാണ് മരണപ്പെട്ട അസ്മിയ മോൾ എന്ന 17-കാരി. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം +1 പഠനത്തിനും മതപഠനത്തിനുമായി അവളെ അൽ അമാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലുള്ള ബനാത്തിൽ ചേർത്തു. അവൾ അവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു. 22/9/2005 അവളുടെ ജനനം. കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിൽ വന്ന ശേഷം മെയ് 2-നാണ് തിരികെ പോയത്. വെള്ളിയാഴ്ച തോറും ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുമായിരുന്നു. എന്നാൽ സംഭവ തലേന്ന് വെള്ളിയാഴ്ച ആയിരുന്നിട്ടും വിളിച്ചില്ല. സംഭവ ദിവസം ഉച്ചയ്ക്ക് 2:30 ഉമ്മയെ വിളിച്ച് അവൾക്കവിടെ നിൽക്കാൻ വയ്യെന്നും ഉസ്താദും ടീച്ചറും നിരന്തരം വഴക്ക് പറയുന്നു എന്നും ആരോടും സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുകയാണെന്നും അതിനാൽ എത്രയും വേഗം വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റഹ്മത്ത് ബീവിയും അവരുടെ ഉമ്മയും ബന്ധുവായ മുനീറും ഒരു ഓട്ടോറിക്ഷയിൽ വൈകുന്നേരം 4:45 ബനാത്തിൽ എത്തി. കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വലിയ ഉസ്താദിൻ്റെ അനുമതിയില്ലാതെ കാണാൻ കഴിയില്ല എന്നും വലിയ ഉസ്താദ് സ്ഥലത്തില്ലെന്നും അറിയിച്ചു. തുടർന്ന് വലിയ ഉസ്താദുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അസ്ന മോൾ മറ്റുള്ളവരോട് വലിയ സംസാരമാണെന്നും അതിനാൽ അവളെ വഴക്ക് പറഞ്ഞെന്നും വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാനും നിർദ്ദേശിച്ചു. എന്നാൽ 4:45 ആയിട്ടും കുട്ടിയെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ കുട്ടി ബാത്റൂമിൽ കുളിക്കുകയാണെന്ന് അറിയിച്ചു. 6 മണി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധുവായ മുനീർ ഉള്ളിലേക്ക് പോയി. അതിനുശേഷം മുനീറും ഉസ്താദും ചേർന്ന് അസ്മിയ മോളെ എടുത്തുകൊണ്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അവളുടെ തല നനഞ്ഞിരുന്നില്ല. തങ്ങൾ വന്ന ആട്ടോയിൽ തന്നെ നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. 7 മണിക്ക് കുട്ടി മരിച്ചു എന്ന് ഡോക്ടർ അറിയിച്ചു. പിന്നീടാണ് ലൈബ്രറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടതെന്ന് കോളേജ് അധികാരികൾ ബന്ധുക്കളെ അറിയിച്ചത്. കുട്ടിയുടെ ഉമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 792/2023 നമ്പരായി ഒരു കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പിറ്റേ ദിവസം തന്നെ, അതായത് 14/3/2023 കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. അതിന് പ്രകാരം കുട്ടി ആത്മഹത്യയാണ് ചെയ്തത്. നെയ്യാറ്റിൻകര ASP ആയിരുന്ന T ഷറാഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 4 വനിതകളും അടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു. അവരുടെ അന്വേഷണത്തിൽ വേണ്ടത്ര അനുമതികളോടെ അല്ല ഈ അറബിക് കോളേജ് പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തുകയും അക്കാര്യം അവർ ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും, അതായത് 5 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഈ കോളേജ് അധ്യാപകരെയോ അതുപോലെ ഈ മദ്രസയുടെ ഉസ്താദുമാരെയോ ഒന്നും തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് BJPയും മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളും പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു. ഈ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ആവശ്യം. അതിനെ തുടർന്നാണ് ഈ കേസിൽ വളരെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത്. ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ RS വിജയമോഹനും അതുപോലെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന T വിജയകുമാറും ചേർന്ന് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തികച്ചും നിരപരാധിയായ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ ഈ കേസിൽ പോക്സോ നിയമങ്ങൾ ചാർത്തിക്കൊണ്ട്, വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് പ്രതിയാക്കാനും അയാളെ
ഒരു ബലിയാടാക്കാനും തീരുമാനിക്കുന്നു. അസ്മിത മോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ കന്യാചർമ്മത്തിൽ 1 വർഷം പഴക്കമുള്ളതും ഉണങ്ങിയതുമായ ഒരു മുറിവുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കുട്ടിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു, 19 വയസ്സുള്ള ഹാഷിം ഖാൻ. അപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ എത്തിയ നിഗമനം, 1 വർഷം മുമ്പ് ഈ ഹാഷിം ഖാൻ ഈ കുട്ടിയെ റേപ്പ് ചെയ്തിരുന്നു, പെനട്രേറ്റീവ് സെക്സ് നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മുറിവ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം സുവമോട്ടോ സ്വന്തം നിലയിൽ ആരിൽ നിന്നും ഒരു പരാതിയും കിട്ടാതെ, FIR പോലുമില്ലാതെ ഒരു കേസ് ഈ ഹാഷിം ഖാനെതിരെ പോക്സോ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, തനിക്ക് അത്തരത്തിൽ ഒരു നടപടി കൈക്കൊള്ളാനുള്ള നിയമോപദേശം നൽകിയത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ RS വിജയമോഹൻ ആയിരുന്നു എന്ന്. തുടർന്ന് 30/5/2023 ഹാഷിം ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അവനെ ജയിലിൽ അടയ്ക്കുന്നു. 28 ദിവസം കഴിഞ്ഞ് 26/6/2023 ജാമ്യം കിട്ടി അവൻ പുറത്തു വരുന്നു. അങ്ങനെ ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു പരാതിയും ആരിൽ നിന്നും കിട്ടാതെ സ്വമേധയാ എടുത്ത കേസിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്, അദ്ദേഹം 34 വയസ്സുള്ള ഒരു സനൂജയെയും അതുപോലെ തന്നെ 14 വയസ്സുള്ള ഒരു മുഹമ്മദ് സഫ്വാനെയും കണ്ട് വിവരശേഖരണം നടത്തി. ഇവരൊക്കെ തന്നെ ഈ മരണപ്പെട്ട കുട്ടിയുടെ വീടിൻ്റെ അയൽപ്പക്കത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്, ബന്ധുക്കളും മറ്റും ആണ്. അപ്പോൾ ഈ സനൂജ പറഞ്ഞു പോലും 1/1/2022 വൈകുന്നേരം 5:30 മണിക്ക് ഈ സനൂജയുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈ ഹാസിം ഖാൻ വന്നു. അതിനുശേഷം ഈ മരണപ്പെട്ട കുട്ടിയെ വിളിച്ചു വരുത്തി. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ മുഹമ്മദ് സഫ്വാനും അവിടെ ഉണ്ടായിരുന്നു, അവൻ്റെ കാമുകിയായ ഒരു പെൺകുട്ടിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരായിരുന്നു ഈ ടെറസിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഈ ഹാസിം ഖാൻ ഈ കുട്ടിയെ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മം വയ്ക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ഈ മറ്റ് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ മൊഴി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറഞ്ഞു, അങ്ങനെ ഈ ഹാസിം ഖാൻ അവിടെ അതിക്രമിച്ച് കയറുകയും ഈ കുട്ടിയെ പെനട്രേറ്റീവ് സെക്സിന് വിധേയയാക്കി എന്നും ആണ് പറയുന്നത്. മറ്റ് ഒരു ഇൻസിഡൻറ്റും ഈ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നും ഇല്ല. കൂടാതെ അതിൽ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുത്ത നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ ഒരു കേസ് ചാർജ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഈ കുട്ടിയുടെ ഉമ്മ ഒരു പരാതി കൊടുത്തിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളോ ഈ ചാർജ് ഷീറ്റ് നൽകുകയോ ഒന്നും തന്നെ ഉണ്ടായതും ഇല്ല. അങ്ങനെയാണ് 30/5/2023 ഈ ഹാഷിം ഖാനെ അറസ്റ്റ് ചെയ്തതും അവനെ ജയിലിൽ അടച്ചതും. ആ കേസിലാണ് കഴിഞ്ഞ 25/3/2026 കഴിഞ്ഞ മാർച്ച് മാസം 25 ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ഈ കേസിലെ പ്രതിയായ ഹാഷിം ഖാനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട്, അതായത് കോടതി പറഞ്ഞത് ഒരു തെളിവുമില്ല, ഇതിൻ്റെ ട്രയലിലേക്ക് കടക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അങ്ങനെ ട്രയലിൽ പോലും കടക്കാതെ ഒരു തെളിവും ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് കോടതി ഈ ഹാഷിം ഖാന് ഡിസ്ചാർജ് നൽകുകയാണ് ഉണ്ടായത്. നാം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു സ്ത്രീയുടെ കന്യാചർമ്മത്തിൽ മുറിവുണ്ടായിരുന്നു അല്ലെങ്കിൽ മുറിവുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ 100% ഒരു പെനട്രേറ്റീവ് സെക്സ് നടന്നു എന്നല്ല. കാരണം ഒരു സ്ത്രീ സൈക്ലിംഗ്, സ്വിമ്മിങ്, അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇടപെട്ടാലും അവരുടെ കന്യാചർമ്മത്തിൽ വേണമെങ്കിൽ മുറിവ് ഉണ്ടാകാം. അല്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ ഫിംഗറിങ്ങിലൂടെ ഈ സ്ത്രീ സ്വമേധയാ വരുത്തിയ ഒരു മുറിവും ആയിരിക്കാം. അതുകൊണ്ട് ഈ ആരെങ്കിലും ഈ പെനട്രേറ്റീവ് സെക്സ് നടത്തിയത് കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് ഒരു ഡോക്ടറും റിപ്പോർട്ട് ചെയ്യില്ല. ഇത്തരത്തിലൊരു ഡിസ്ചാർജ് നൽകുന്നതിനായി കോടതി കണ്ടെത്തിയ കാരണങ്ങൾ, ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് ഇത്തരത്തിലൊരു പരാതിയെ ഉണ്ടായിരുന്നില്ല. അവർക്ക് എല്ലാം കേട്ടുകേൾവി മാത്രം ആയിരുന്നു. അവർ ഈ ഹാഷിം ഖാനെതിരെ ഒരു ആരോപണവും ഒരിക്കലും ഉന്നയിച്ചിരുന്നില്ല. അടുത്തതായിട്ട് അന്നേ ദിവസം വൈകുന്നേരം ആ ടെറസിൽ മറ്റ് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ഒരു പയ്യൻ ഈ സനൂജയുടെ മകൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 2 കുട്ടികളും കാമുകന്മാർ ആയിരുന്നു. അവർ പറഞ്ഞു, അന്ന് ഹാഷിം ഖാൻ ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി എന്ന്. ഇതല്ലാതെ മറ്റൊന്നും തന്നെ ഈ തെളിവായിട്ട് പോലീസിന് കിട്ടിയിരുന്നില്ല. മറ്റെന്തെങ്കിലും ദിവസം മറ്റെവിടെയെങ്കിലും വെച്ച് ഈ ഹാഷിം ഖാൻ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല എന്നർത്ഥം.
സനൂജയും പറഞ്ഞു, അന്നേ ദിവസം ഞാൻ ഇവരെല്ലാം കൂടി ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടു, ഞാൻ അവരെ വിരട്ടി ഓടിച്ചു എന്ന് ഈ സനൂജയും പറയുന്നു. മറ്റുള്ള സാക്ഷികൾ അവർക്ക് യാതൊരു തെളിവും നൽകാൻ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഈ കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പോലീസിന് മൊഴി നൽകിയവർ ആയിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഈ പ്രതിക്കെതിരെ ഒരു പരാതിയും നൽകിയിരുന്നില്ല. അതായത് 1/1/2022 വൈകുന്നേരം 5:30 സനൂജയുടെ വീടിന് മുകളിൽ ഈ മരണപ്പെട്ട കുട്ടിയും ഈ ഹാഷിം ഖാനും അതുപോലെ തന്നെ ഈ കേസിലെ മറ്റ് 2 സാക്ഷികളായ കാമുകന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ ഹാഷിം ഖാൻ ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മവും നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുമാത്രമാണ് തെളിവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നു ഈ ഹാഷിം ഖാൻ തന്നെയാണ് പെനട്രേറ്റീവ് സെക്സ് നടത്തിയതും ഈ കുട്ടിയുടെ കന്യാചർമ്മത്തിൽ മുറിവ് ഉണ്ടാക്കിയതും എന്ന്. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഉമ്മം വെച്ചു എന്ന് കരുതിയിട്ട് അവളുടെ കന്യാചർമ്മത്തിൽ ഒരിക്കലും ഒരു മുറിവ് ഉണ്ടാകില്ല. പിന്നെ അഥവാ ഈ ഹാഷിം ഖാൻ അവളെ ഈ പെനട്രേറ്റീവ് സെക്സിന് വിധേയയാക്കിയോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുമായിരുന്ന ആൾ ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പും ഇല്ല. അപ്പോൾ ഇവിടെ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ ഈ മരണപ്പെട്ട കുട്ടിയുടെ കന്യാചർമ്മത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയ ഈ അറബിക് കോളേജിലെ അധ്യാപകരെയും ഉസ്താദുമാരെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോക്സോ കേസിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തി ആ യുവാവിനെ ബലിയാടാക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അപ്പോൾ താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവ് 28 ദിവസം ജയിലിൽ കിടന്നു. കൂടാതെ അവനെ ഈ ജമാഅത്തിൽ പള്ളിയിൽ നിന്നും ഒക്കെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ മരണത്തിന് കാരണക്കാരാണ് എന്ന് അവളുടെ ഉമ്മ ആരോപണം ഉന്നയിച്ച ആൾക്കാർ ഈ അറബിക് കോളേജിലെ അധ്യാപകരും ഉസ്താദുമാരും ഒക്കെ തന്നെ ഇപ്പോഴും മാന്യന്മാരായിട്ട് സമൂഹത്തിൽ വിലസുന്നു. അവർക്കെതിരെ നേരത്തെ പ്രക്ഷോഭണം നടത്തിയ ആൾക്കാരെ ഒന്നും ഇപ്പോൾ കാണാനുമില്ല. പ്രതിക്കെതിരെ യാതൊരു തെളിവും ഇല്ലാതെ, ഒരു ട്രയൽ പോലും നടത്താതെ പ്രതിക്ക് ഡിസ്ചാർജ് അനുവദിച്ച വളരെ പ്രധാനപ്പെട്ട ഈ കോടതി ഉത്തരവിനെ കുറിച്ചിട്ടും ആരും ഒരിടത്തും ചർച്ച ചെയ്യുന്നും ഇല്ല. നമുക്കറിയാം, രാഷ്ട്രീയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും ഗവൺമെൻറ് പ്ലീഡർമാരെയും ഒക്കെ നിയമിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ മേലാളന്മാരുടെ ഉത്തരവുകളെ, നിർദ്ദേശങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാരും പോലീസും ഒക്കെ ഒത്തുകളിച്ചുകൊണ്ട് ഒരു മനസാക്ഷിയും ഇല്ലാതെ നിരപരാധികളെ ഇവൻ പോക്സോ വകുപ്പുകൾ വരെ ചാർത്തി ജയിലിൽ അടയ്ക്കുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിധി, ഈ കേസ്. ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായതും അവനെ രക്ഷപ്പെടുത്തിയതും തിരുവനന്തപുരം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ ബയലിൻ ദാസാണ്. അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട കോടതിക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.